ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കൈപ്പക്ക ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പക്ക എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പകുതി ഞാനൊന്ന് രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ നല്ല തിന്നായി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ കൈപ്പക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് 2 ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് കുടഞ്ഞ് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അധികം വെള്ളമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മാവ് ഒന്നെല്ലായിടത്തും ഒന്ന് വരണ്ട് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇത്തിരി പൊടിയുടെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ വെളിച്ചെണ്ണ ഓയിൽ എന്താ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നുള്ളിൽ കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ കായത്തിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൈപ്പക്ക ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൈപ്പക്ക ഇതുപോലെ ഇടുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് പൊരിച്ച് കോരിയെടുക്കാം. അപ്പം നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും. ചോറിൻ്റെ ഒക്കെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കൈപ്പക്ക. 2 സൈഡും ഒരു ബ്രൗൺ കളറാക്കി എടുത്തിട്ട് മൊരിച്ചെടുക്കണം. ഇതൊരു ബ്രൗൺ കളറാക്കിയിട്ട് നമുക്ക് പൊരിച്ച് കോരണം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഏകദേശമായി വരുന്നുണ്ട്. ഒന്നും കൂടി ആയിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ച് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്തതും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കട്ടെ. എപ്പോഴെങ്കിലൊക്കെ കൈപ്പക്ക വാങ്ങിക്കുമ്പോൾ ചെറിയൊരു കഷ്ണം ഇതുപോലെ എടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.